എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. HSAയുടെ എക്സാം വരാറായി. അപ്പോൾ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 2 സാമ്പിൾ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു 2 വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞു. 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ദിവസവും നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോണത്. പിന്നെ HSAയുടെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹരിശ്രീ PSC എന്നുള്ള ചാനലിൽ പോയി നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഭാരം കിലോഗ്രാമിൽ കൊടുത്തിരിക്കുന്നു. 33, 28, 30, 29, 36, 35, 29, 36, 34, 31. ഈ കുട്ടികളുടെ മധ്യമ ഭാരം എത്രയായിരിക്കും? എങ്ങനെയാണ് മധ്യമ ഭാരം കാണുക? നമ്മൾ ഇന്ന് ഇപ്പൊ നോക്കണത് എന്താണ്, സ്റ്റാറ്റി ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് പൊടി തട്ടി എടുക്കാനാണ് നമ്മൾ വേഗത്തിൽ ഇതും അതിന്റെ കൂടെ തന്നെ പോകുന്നത്. അപ്പൊ മധ്യമ ഭാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന ഓരോ നമ്പേഴ്സിനെ നമ്മൾ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ, ആരോഹണം അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതണം. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് ആരോഹണ ക്രമമാണ് അല്ലെ? അപ്പോ ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 28 അല്ലെ? പിന്നെ ചെറിയത് 29. പിന്നെയോ? പിന്നെ 29 ഒരു പ്രാവശ്യം കൂടി ഉണ്ട് അല്ലെ? പിന്നെ 30 ഉണ്ട്, പിന്നെ 31 ഉണ്ട്, 33 ഉണ്ട്, 34 ഉണ്ട്, 35 ഉണ്ട്, 36 2 പ്രാവശ്യം ഉണ്ട് അല്ലേ? അങ്ങനെ 10 എണ്ണം അല്ലേ ഉള്ളേ? 2, 4, 6, 8, 10 എണ്ണം അല്ലെ? 6, 8, 10 എണ്ണാണ് ഉള്ളത്. അപ്പൊ ഇനി ഇതിന്റെ മധ്യമ ഭാരം കാണാൻ വേണ്ടി നമുക്ക് ഇതിന്റെ നടുവിലുള്ള സംഖ്യ കിട്ടണം. ഇത് പക്ഷെ ഒറ്റ സംഖ്യ അല്ല, ഇരട്ട സംഖ്യ ആയതുകൊണ്ട് നമുക്ക് നടുവിലെന്ന് പറയാൻ 2 സംഖ്യകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ഏത് 2 സംഖ്യകളാണ്? 31ഉം 33ഉം ആണ് ഇതിന്റെ മധ്യമത്തിലുള്ളത് അല്ലെ? അപ്പൊ അത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതായത് 64 ഡിവൈഡഡ് ബൈ 2 അത് എത്രയാണ്? 32. ഏതാണ് ആൻസർ? അപ്പോ സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മധ്യമ ഭാരം എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ നമ്മൾ ആരോഹണക്രമം അല്ലെങ്കിൽ അവരോഹണക്രമത്തിൽ എഴുതി അതില് ഏറ്റവും നടുവിലുള്ളത് നമ്മൾ എടുക്കുക. നടുവിൽ 2 സംഖ്യകൾ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ടിന്റെയും തുക കണ്ടിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മധ്യമ ഭാരം കിട്ടുക. മനസ്സിലായെന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റും കാണുമ്പോഴാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കർഷകന് ഒരു മാസം കിട്ടിയ റബ്ബർ ഷീറ്റിന്റെ വിവരങ്ങളാണ് പട്ടികയിൽ. റബ്ബർ കിലോഗ്രാമും തന്നിട്ടുണ്ട്, ദിവസങ്ങളും തന്നിട്ടുണ്ട്. ഈ മാസത്തിൽ കർഷകന് ഒരു ദിവസം ശരാശരി എത്ര കിലോഗ്രാം റബ്ബർ ഷീറ്റ് കിട്ടി? അതായത് ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 11 കിലോഗ്രാം 10 ദിവസത്തിൽ കിട്ടി. അപ്പൊ 11 × 10 എത്രയാണ്? 110 അല്ലെ? പിന്നെ 10 കിലോഗ്രാം വെച്ച് 9 ദിവസം കിട്ടി. അപ്പൊ എന്താണ്? 10 × 9 എത്രയാണ്? 90 കിട്ടി അല്ലെ? ഇനി 8 × 11 എത്രയാണ്? 88 കിട്ടി അല്ലെ? അപ്പൊ ആകെ കിട്ടിയത് എത്രയാണ്? 8, 18, 288 അല്ലെ? കർഷകന് ഒരു ദിവസം ശരാശരി എത്ര കിലോഗ്രാം റബ്ബർ ഷീറ്റ് കിട്ടി എന്നാണ് കാണേണ്ടത്. അപ്പൊ ഒരു ദിവസം കിട്ടിയ ശരാശരി കാണാൻ എന്ത് ചെയ്യാ? ടോട്ടല് ഡിവൈഡഡ് ബൈ എത്ര ദിവസങ്ങളുണ്ട്? നമ്മൾ ഏകദേശം ഒരു മാസം എന്ന് പറയുമ്പോൾ 30 ദിവസമായിട്ടാണ് എടുക്കുക. 31 എടുക്കാറില്ല. സാധാരണ 30 നമ്മൾ ഒരു മാസം എന്ന് പറയുമ്പോൾ എടുക്കുക. അപ്പൊ 288 ഡിവൈഡഡ് ബൈ 30. അതായത് ഇവിടെ 3
ഇവിടെ പൂവില്ലേ നോക്കൂ. 9 27 18 6 3 18. അപ്പൊ 96/10 എന്ന് കിട്ടും. അത് എത്രയാണ്? 9.6. ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവരെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയാൽ മതി. അതിനുള്ള ആൻസർ നമ്മൾ ചെയ്തു തരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലബിലെ വിവിധ കായിക ഇനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സൂചിപ്പിക്കുന്ന വൃത്തചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്, ടെന്നീസ്. ഇതിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ എത്ര ശതമാനമാണ്? എങ്ങനെയാണ് കാണാ? ഇത് നോക്കൂ, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവര് ഇങ്ങനെയാണ് തന്നിരിക്കണേ അല്ലെ. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു മട്ടത്രികോണം അല്ലേ. അപ്പൊ ഇവിടെ 90 ഡിഗ്രി അല്ലേ. ഇത് ആകെ എത്ര ഡിഗ്രി ഉണ്ട്? 360 ഡിഗ്രി അല്ലെ. 360 ഡിഗ്രിയില് 90 ഡിഗ്രി എന്ന് പറഞ്ഞ എത്ര ശതമാനമാണ്? ഇൻറ്റു 100 അല്ലെ. 90/360 ഇൻറ്റു 100. അത് എത്രയാണ് വരിക? ഈ 0 വെട്ടിക്കളയാം. 36 4 പ്രാവശ്യം 100/4 എന്ന് പറഞ്ഞാൽ 25. അപ്പൊ എത്ര ശതമാനമാണ്? 25 ശതമാനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ മാധ്യം എത്ര? മാധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരിയാണ്. ശരാശരി കാണാനുള്ള വാക്യം എന്താണ്? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലെ. നമ്പർ എത്ര എണ്ണം ഉണ്ടോ അത്. അതായത് 5 എണ്ണൽ സംഖ്യകളാണ് വെച്ചെങ്കിൽ ബൈ 5 ആണ് എഴുതേണ്ടത് അല്ലെ. അപ്പൊ ശരാശരി മാധ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? ടോട്ടല് ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ ടോട്ടല് കാണാനുള്ള വാക്യം എന്താണ്? n × n+1/2 ആണ് അല്ലെ. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള വാക്യം n × n+1/2 ആണ്. ഇവിടെ n എത്രയാണ്? 5 ആണ്. 5 എണ്ണൽ സംഖ്യകളെയാണ് പറഞ്ഞേക്കണേ. അപ്പൊ 5 × 5 + 1 എത്രയാണ്? 6/2 എന്ന് പറഞ്ഞാൽ 3 വരും. 5 × 3 വരും അല്ലെ. 5 × 3 ഡിവൈഡഡ് ബൈ 5. അത് എത്രയാണ് വരിക? 3. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നമുക്ക് പക്ഷെ ഈ മാധ്യം എന്ന് പറഞ്ഞാലും മധ്യമം എന്ന് പറഞ്ഞാലും തെറ്റാൻ പാടില്ല. മാധ്യം എന്ന് പറയുന്നത് ശരാശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x+3, x+5, x+7, x+9, x+11 എന്നിവയുടെ മാധ്യം 14 ആണ്. എക്സിന്റെ വില കാണുക. എങ്ങനെയാണ്? ഇതിന്റെ ടോട്ടല് ഡിവൈഡഡ് ബൈ എത്ര സംഖ്യകളുണ്ട്? 5 സംഖ്യകൾ അല്ലെ. ഇതിന്റെ ടോട്ടൽ വരുമ്പോ എത്ര എക്സ് വരും നോക്കൂ. 1 2 3 4 5 എക്സ് വരും. 5x പ്ലസ് 11 9 20 27 32 35 അല്ലെ. 5x പ്ലസ് 35 ഡിവൈഡഡ് ബൈ എത്ര എണ്ണമുണ്ട്? 5 എണ്ണം അല്ലെ. അതെന്ന് പറയുന്നത് 14 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സിന്റെ വില കണ്ടുപിടിച്ചൂടെ? 5x എന്ന് പറയുന്നത് എന്താവും? 14 × 5 മൈനസ് 35. അത് എത്രയാണ്? 70 മൈനസ് 35 എന്ന് പറഞ്ഞാൽ 35 തന്നെ അല്ലെ. അപ്പൊ എക്സ് എന്ത് വരും? 35/5. അതേതാണ്? 7. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 30 സംഖ്യകളുടെ മാധ്യം 12 ആണ് എങ്കിൽ ആ സംഖ്യകളുടെ തുക എത്ര? എങ്ങനെയാണ്? 30 സംഖ്യകളാണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 30 ആണ് അല്ലെ. എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ശരാശരി 12 ആണ്. അപ്പൊ എത്ര സംഖ്യകളുടെ? 30 സംഖ്യകളുടെ ശരാശരി 12 ആണ്. അപ്പൊ സംഖ്യകളുടെ തുകയാണ് ഇവിടെ ഉണ്ടാവുക അല്ലെ, എക്സ്. ആ എക്സ് എന്താന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? 12 × 30, അതായത് 360. ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26, 25, 40, 36, 50, 45 എന്നിവയുടെ മാധ്യം എത്ര? മാധ്യം പറഞ്ഞ എന്താണ്? ശരാശരിയാണ്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇത് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അത് അപ്പൊ ഡിവൈഡഡ് ബൈ 6 ചെയ്യണം അല്ലെ. അപ്പൊ എത്രയാണ് വരിക നോക്കൂ. 45 ഉണ്ട്,
അപ്പൊ 5ഉം 6ഉം 11, 11ഉം 5ഉം 16, 6ഉം 22, 2, 2ഉം 4ഉം 6, 6ഉം 5ഉം 11, 3ഉം 14, 14ഉം 4ഉം 18, 2ഉം 20ഉം 2ഉം 22. 222 ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം അല്ലെ? 6 എണ്ണാണ് ഉള്ളത്. അപ്പൊ എത്രയാണ് വരിക? 3 6 18, 7 6 42 അല്ലെ? അപ്പൊ 37 ബി എന്നുള്ളതാണ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാൽപ്പത് സംഖ്യകളുടെ മാധ്യം 160 ആണ്. അതിൽ 165 എന്ന സംഖ്യയ്ക്ക് പകരം തെറ്റായി 125 എന്ന് രേഖപ്പെടുത്തി എങ്കിൽ ശരിയായ മാധ്യം എത്ര? നിങ്ങൾക്ക് 2 വഴിക്ക് ചെയ്യാം. പക്ഷെ വേഗത്തിൽ ചെയ്യണ വഴിയാണ് ഞാനിപ്പോ പറയണത്. 165 ശരിയായ സംഖ്യയാണ് അല്ലെ? അപ്പൊ 165 ആണോ കൂട്ടേണ്ടത്? ശരിക്ക് എന്ത് കൂട്ടി? 125 കൂട്ടി. 165 പകരം 125 ആണ് കൂട്ടിയിരിക്കണേ. അപ്പൊ 40 നമ്മൾ ഇനിയും കൂട്ടണം അല്ലെ? അപ്പൊ 40 കൂട്ടുമ്പോ 40 സംഖ്യക്ക് 40 കൂട്ടുമ്പോ എത്ര ശരാശരിയിൽ വ്യത്യാസം വരും? 1. അപ്പൊ 160ന്റെ കൂടെ 1 കൂട്ടണം, അതായത് 161. ഇത്രയും വേണ്ടു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 40 സംഖ്യകളുടെ മാധ്യം 160. അപ്പൊ എക്സ് കണ്ടുപിടിക്കുക. എക്സ് എന്ത് വരും? 160 ഇൻറ്റു 40 വരും. ഇനി അതിന്ന് 165 സംഖ്യക്ക് പകരം തെറ്റായി 125 അല്ലേ രേഖപ്പെടുത്തിക്കണേ? അപ്പൊ -125 പ്ലസ് 160 ചെയ്യണം. അത് കഴിഞ്ഞ് ഇതിന്റെ ശരാശരി കാണണം, അതായത് ഡിവൈഡഡ് ബൈ 40 ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഈ ആൻസർ കിട്ടുക. അപ്പൊ അതിനെക്കാട്ടും എളുപ്പ വഴി ഇതാണ്. എത്രയാണ് നമുക്ക് കൂട്ടേണ്ടത് നോക്കുക. അത് ഡിവൈഡഡ് ബൈ എത്ര സംഖ്യകളാണ്? അത്രയും സംഖ്യകള്. അപ്പൊ അത് എത്രയാണ് വ്യത്യാസം വരണെച്ചാ അത് കൂട്ടുക. ഇനിയിപ്പോ 165 ഇതിപ്പോ ഇവിടെ വലുതായ കാരണമാണ് നമ്മൾ കൂട്ടിയത് അല്ലെ? ഇവിടെയാണ് വലിയ സംഖ്യ എന്നുണ്ടെച്ചെങ്കിലോ അപ്പൊ കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോ ശരാശരിയില് കുറയ്ക്കുകയാണ് വേണ്ടത്, മാധ്യത്തില് കുറയ്ക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15, 12, 10, 9, 8, 13, 17 എന്നിവയുടെ മധ്യമം എത്ര? മധ്യമം പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ആരോഹണ ക്രമം അല്ലെങ്കിൽ അവരോഹണ ക്രമം എഴുതണം. അത് കഴിഞ്ഞ് അതിലെ ഏറ്റവും മധ്യത്തിലുള്ളത് നമ്മൾ നോക്കണം അല്ലെ? അപ്പൊ 8, 9, 10, 12, 13, 15, 17 ഇത്ര സംഖ്യകളല്ലേ ഉള്ളൂ. നോക്കൂ, 2, 4, 6, 7 എണ്ണം. 2, 4, 6, 7 എണ്ണം ഉള്ളൂ. അപ്പൊ 7 എണ്ണം ആവുമ്പോ എത്രാമത്തെയാണ് മധ്യത്തിൽ വരിക? 4-മത്തെയാണ്. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. 12 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3, 5, 9, 10, 11, 4, 5, 18 എന്നിവയുടെ മധ്യമം എത്ര? എങ്ങനെയാണ് ഇതിന്റെ മധ്യമം കാണുക? നമ്മൾ ഇതേപോലെ തന്നെ എഴുതുക. അതായത് 3 എഴുതി, 4 എഴുതി, 5 2 പ്രാവശ്യം എഴുതണം കേട്ടോ. 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം എഴുതണം. പിന്നെ 9, 10, 11, 18 2, 4, 6, 8 എണ്ണം. 2, 4, 6, 8 എണ്ണം. അപ്പൊ 8 എണ്ണം ആവുമ്പോ എന്താണ്? 2 എണ്ണം നടുവില് വരും അല്ലെ? 9ഉം 5ഉം അത് രണ്ടും കൂടി കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 14 ഡിവൈഡഡ് ബൈ 2 അത് എത്രയാണ്? 7 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.